السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. اللهم صل وسلم وبارك عليه. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ ജീവിതം പറഞ്ഞു അൽഹംദുലില്ലാഹ് വിശുദ്ധ റബീഉൽ അവ്വൽ മാസം കഴിയുമ്പോഴേക്ക് അതിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ 30 നാളുകളിൽ 30 ക്ലാസ്സുകളിൽ ചില സമയങ്ങളിൽ കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും, ചില സമയങ്ങളിൽ ചെറിയ ക്ലാസ്സുകളായിരിക്കും. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വകയാണ് നമ്മളെല്ലാം പറഞ്ഞത്. ആ പറഞ്ഞ വിഷയങ്ങളെല്ലാം അൽഹംദുലില്ലാഹ് കൃത്യമായിരിക്കുന്ന ഒതന്റിക്കായിരിക്കുന്ന റഫറൻസോട് കൂടെയാണ് നമ്മൾ പറയുകയും ചെയ്തത്. ഇനി ഇന്നത്തെ ക്ലാസ്സോടുകൂടെ നമ്മുടെ 30 ദിവസത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. അടുത്തതായി നമ്മുടെ മുമ്പിലുള്ളത് നേരത്തെ പറഞ്ഞ മഹബ്ബ ടെസ്റ്റാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളെല്ലാം ഗ്രൂപ്പ് വഴി അറിയിക്കുന്നതാണ്. ഈ ഒരു ക്ലാസ്സിനും ടെസ്റ്റിനും താല്പര്യമുള്ളവർക്കായി 2 ഗ്രൂപ്പുകൾ നമ്മൾ പ്രത്യേകം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി. ആ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയും. ആ ഗ്രൂപ്പ് വഴി ടെസ്റ്റിൻ്റെ വിഷയങ്ങൾ അറിയിക്കും. പെട്ടെന്ന് തന്നെ ടെസ്റ്റ് ആക്കണം എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായി. പക്ഷേ ഒരുപാട് ആളുകൾ ഗ്രൂപ്പിൽ ഉള്ളവരും നമ്മുടെ ക്ലാസ് കേൾക്കുന്നവരുമായ ആളുകൾ പൂർണ്ണമായും ക്ലാസ്സുകൾ കഴിഞ്ഞ ക്ലാസ്സുകൾ തന്നെ അപ് ടു ഡേറ്റ് കേൾക്കാൻ സാധിച്ചിട്ടില്ല എന്നും കുറഞ്ഞ സമയം ലഭിച്ചാൽ അതുകൂടെ കേട്ട് നമ്മുടെ ടെസ്റ്റിന് വേണ്ടി നല്ല രീതിയിൽ തയ്യാറാകാമെന്നും അവർ പറയുകയുണ്ടായി. ഏതായാലും അതെല്ലാം പരിഗണിച്ച് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സുകൾ 30 നാളത്തെ ക്ലാസ്സാണ്. എല്ലാ നാളും എല്ലാവർക്കും കേൾക്കാൻ സമയം കിട്ടിക്കൊള്ളണം എന്നില്ല. നമ്മുടെ ഉദ്ദേശം കാലിയൊരു ക്ലാസ് ആക്കുക, ടെസ്റ്റ് ആക്കുക, അതിലാർക്കെങ്കിലും ഫസ്റ്റ് വന്നോ സെക്കൻഡ് വന്നോ തേർഡ് വന്നോ അവർക്ക് എന്തെങ്കിലും അവാർഡ് കൊടുക്കുക എന്നതിലപ്പുറം പറയുന്ന വിഷയ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളാണ്. ഹബീബായ തങ്ങളെക്കുറിച്ചുള്ള ടോക്കാണ്. ആ മഹബ്ബ ടോക്ക് പരമാവധി ആളുകൾ കേൾക്കുകയും ആ കേട്ടതിൻ്റെ ഫലം അവരുടെ ജീവിതത്തിലും സമൂഹത്തിലും ലഭിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യമുണ്ടായിരിക്കെ തന്നെ ഒരു പ്രചോദനം എന്ന രീതിയിൽ നമ്മൾ ടെസ്റ്റ് ആക്കുന്നു. ആ ടെസ്റ്റിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വരുന്ന ആൾമാർക്ക് പ്രത്യേകം പ്രൈസ് എല്ലാം കൊടുക്കാൻ തീരുമാനിക്കുന്നു. ആ വിഷയം ക്ലാസിൻ്റെ തുടക്കത്തിലെ നിങ്ങളെല്ലാം അറിയിച്ചതാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് ടെസ്റ്റ് എങ്ങനെയായാലും 2 വാരം കഴിഞ്ഞേ ഉണ്ടാവുകയുള്ളൂ. ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന
പ്രിയപ്പെട്ട സഹോദരന്മാരോട് സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങൾ പരമാവധി ആളുകളെ അറിയിക്കുക, ക്ലാസുകൾ കേൾക്കാൻ പ്രേരിപ്പിക്കുക. മുത്തുനബിയുടെ ചരിത്രമാണ്, അതിൻ്റെ ഫലം ജീവിതത്തിൽ വലുതായിരിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങളും കേൾക്കുക, ക്ലാസ്സിന് ടെസ്റ്റിന് വേണ്ടി തയ്യാറാവുക. സമയം കുറച്ചുണ്ട്, ആ സമയം പരമാവധി യൂസ്ഫുള്ളായി ഉപയോഗപ്പെടുത്തുക എന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെച്ച വിഷയം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത്. മഹാന്മാരാകുന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഇമാമായി നിൽക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെച്ചിടത്ത് തന്നെ ആരംഭിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ആ തിങ്കളാഴ്ചന്റെ അന്ന് സുബഹി നിസ്കാരം നടക്കുമ്പോ ഹബീബായ തങ്ങൾ ഇങ്ങനെ കർട്ടന് മാറ്റിയിട്ട് അവിടുത്തെ സ്വഹാബത്തിനെ നോക്കുന്നുണ്ട്. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഹബീബായ തങ്ങൾ സുഖപ്പെട്ടിട്ടുണ്ട്, അവിടത്തേക്ക് പ്രയാസമൊന്നുമില്ല, എല്ലാം ശരിയായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയും ആ വിചാരം തന്നെ വലിയ സന്തോഷത്തിലേക്ക് എത്തുകയും അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ആ സന്തോഷം കാരണത്താൽ ഞങ്ങളുടെ നിസ്കാരം പോലും പിഴച്ചു പോകുമോ എന്ന് പോലും ഞങ്ങൾ വിചാരിച്ചു പോയി. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ അവിടുന്ന് ഉള്ളിലേക്ക് തന്നെ പോവുകയാണ്. സുബ്ഹാന റബ്ബി. മഹാന്മാരാകുന്ന അലി റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങൾ വന്ന ആ സമയം അത് കണ്ടപ്പോൾ വല്ലാണ്ട് സന്തോഷിച്ചപ്പോ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് അലിയാർ തങ്ങളോട് പറയുന്നുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം നമ്മൾ പറഞ്ഞു വെച്ച വിഷയാണ് എന്താ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിലായി തന്നെ വഫാത്താകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അബ്ദുൽ മുത്തലിബിന്റെ മക്കളെല്ലാം അവർ മരണസമയത്ത് അവരുടെ മുഖങ്ങൾ ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല പ്രകാശപൂരിതമായി നല്ല ചന്തത്തിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. അതാണ് പിന്നീട് നടക്കുന്ന യാഥാർത്ഥ്യവും. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഇങ്ങനെ ആയിഷ ബീവിയുടെ ഔത്തിലിക്കുകയാണ്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രോഗം, ആ രോഗത്തിൽ ശമനം കണ്ടപ്പോൾ ഞങ്ങളെല്ലാം വല്ലാണ്ട് സന്തോഷിച്ചു. വീട്ടിൽ അതാ അവിടുത്തെ ഭാര്യമാരല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെട്ടെന്ന് ഞങ്ങളോട് പറയുകയാണ്, ഇതാ ഒരു മലക്ക് ഔത്തിൽ വരാൻ സമ്മതം കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം പുറത്തു പോകണം. ഹബീബായ തങ്ങൾ പറയാണ്, ഉഖ്റുജുന അൻനി ഹാദൽ മലക്കു യസ്തഅ്ദിനു അലയ്യ. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞങ്ങളെല്ലാം പുറത്തേക്കിറങ്ങി. പക്ഷേ മഹദി അവിടെ തന്നെയുണ്ട്. ആര്? ആയിഷ ബീവി. ആ ആയിഷ ഉമ്മയുടെ മടിയിലാണ് മുത്തുനബി കിടക്കുന്നത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ മടിയിൽ കിടക്കുകയാണ്. ബാക്കിയുള്ള ഭാര്യമാരെല്ലാം പുറത്തേക്കിറങ്ങി. ആ സമയത്ത് അത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റിരിക്കുകയാണ്. ഞാൻ ആ റൂമിലൊരു സൈഡിലേക്കൊന്ന് മാറി നിന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വന്ന മലക്കുമായി കുറച്ചു നേരം സംസാരിക്കുകയാണ്. അതിൽ പിന്നെ എന്നെ വിളിച്ചു വീണ്ടും എന്റെ മടിയിലും തലവെച്ച് കിടക്കുകയാണ്. മറ്റു ഭാര്യമാരോടെ കൗത്തിലേക്ക് എന്നെ വരാൻ പറഞ്ഞു. ആരാ വന്നത് നബിയേ? ഏതു മലക്കാണ് വന്നത് നബിയേ? അതാ അവർ കേൾക്കുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞ മറുപടിയാണ്,
അത് മലക്കുൽ മൗത്ത് അസ്റായീൽ. ആരാ? ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാം. അവിടുന്നാണ് വന്നത്. അതാ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നല്ലാഹ അസ്സ വജല്ല അർസലനി വഅമറനി അല്ലാ അദ്ഖുല അലൈക ഇല്ലാ ബിഇദ്നിൻ فإن لم تأذن لي أرجع وإن أذنت لي دخلت وأمرني ألا أقبلك حتى تأمرني فماذا أمرك. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞ പളക്ക എന്താ പറയുന്നത്? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ അകത്തേക്ക് പ്രവേശിക്കാനും ഇല്ലെങ്കിൽ തിരിച്ചു വരാനും എനിക്ക് കൽപ്പനയുണ്ടേ. അല്ല അങ്ങനെ അയച്ചതാണ്. എന്നിട്ടോ അവിടുന്ന് സമ്മതം നൽകിയാൽ ഒരു വിസയ പറയാനുണ്ട്. അവിടുത്തെ സമ്മതമുണ്ടെങ്കിൽ റൂഹ് പിടിക്കാൻ, ഇല്ലെങ്കിലോ തിരിച്ചു വരാൻ. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ? ഫമാദാ അമറക, നബിയെ അങ്ങെന്താ തീരുമാനം? അങ്ങയുടെ തീരുമാനം എന്താ? ആ സമയത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉഖ്ഫുഫ് അന്നി ഹത്താ യഅതിയനി ജിബ്രീൽ ഫഹാദിഹി സാഅതു ജിബ്രീൽ. മലക്കുൽ മൗത്തിനോട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്താ പറഞ്ഞത്? ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം. ഇത് ജിബ്രീൽ വരുന്ന സമയമാ. പെട്ടെന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് സലാം ചൊല്ലി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൂമിൽ നിൽക്കുന്ന ആൾമാരുടെ പുറത്ത് നിൽക്കാൻ പറയാണ്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ജിബ്രീൽ അലൈഹിസ്സലാം ഉൾഗ വന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുട്ട വന്ന് അള്ളാഹുവിന്റെ സലാം കൈമാറുകയാണ്. ശേഷം പറയാണ്, അല്ലാഹു അസ്സ വജൽ നബിയേ അങ്ങയുടെ രോഗവിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അവന് അറിയാമെങ്കിലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദരവും ബഹുമാനവും വർദ്ധിപ്പിക്കാനും മറ്റുള്ള സൃഷ്ടിജാലങ്ങളിൽ നിന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പവിത്രമായവരാ, മഹത്വമുള്ളവരാ. ആ മഹത്വം പൂർത്തിയാക്കി തരാനും അങ്ങയുടെ സമുദായത്തിനും ചര്യയാക്കി മാറ്റാനുമാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഏതായാലും ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വിവരം പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ പറയാണ്, അജിദുനി വജഅ, എനിക്ക് വല്ലാണ്ട് നൊമ്പലമുണ്ട്, വല്ലാണ്ട് വേദനയുണ്ട്. ആ സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, എന്താ പറയുന്നത് തങ്ങളെ? അങ്ങ് സന്തോഷിക്കുവിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളിലേക്ക് അങ്ങയെ എത്തിക്കാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നു നബിയേ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അവിടുത്തോട് ഹബീബായ തങ്ങള് മലക്കുൽ മൗത്ത് വന്ന വിഷയവും അവിടുന്ന് ചോദിച്ച കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി, നബിയേ ഇന്ന റബ്ബക ഇലൈക മുഷ്താഖ്, തങ്ങളെ കാണാൻ തങ്ങളുടെ റബ്ബ് ആഗ്രഹിക്കുന്നു നബിയേ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, അങ്ങയെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചതെന്താണെന്ന് അങ്ങേക്ക് അള്ളാഹു അറിയിച്ചു തന്നിട്ടില്ലേ? അള്ളാഹു സത്യം, മലക്കുൽ മൗത്ത് അസ്റായീൽ
അലൈഹിസ്സലാമിനെ ബഗ്ഗെ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, ആ അസ്റായീൽ അങ്ങയോടല്ലാതെ വേറെ ഒരാളോടും ഇതുവരെ റൂഹ് പിടിക്കാൻ സമ്മതം ചോദിച്ചിട്ടില്ല നബിയേ, ഇനി അങ്ങനെ ചോദിക്കുകയുമില്ല നബിയേ. എന്നിട്ടോ ഹബീബായ തങ്ങളോട് പറയാണ്, അങ്ങയുടെ മഹത്വം, ആ മഹത്വം അല്ലാഹു പൂർത്തിയാക്കി തരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവൻ അങ്ങയെ കാണാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്. ഇതൊരു ളുഹാ സമയമായിരുന്നു. ഏതായാലും ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് പോയി. അങ്ങനെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാര് പെഞ്ഞായിമാരെല്ലാം ഔത്തുക വന്നു. ആ സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന മകള് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ മുട്ട വിളിച്ചുകൊണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കാതിലെന്തോ ബിസയ ചൊന്നു. സുബ്ഹാന റബ്ബി, ആ ബിസയ കേട്ടപ്പോ മഹദിയായ ഫാത്തിമ ബീവി കരയുകയാ. ആ കരച്ചിൽ കണ്ടപ്പോ ഹബീബായ തങ്ങൾ വീണ്ടും വിളിച്ചു. ബീവിയുടെ കാതിലെന്തോ മറ്റൊരു വിഷയം പറഞ്ഞു. ബീവി ചിരിക്കുകയാ, പുഞ്ചിരിക്കുകയാ. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനു ശേഷം എന്താണ് ആ ബിസയെന്ന് ഞാൻ കേട്ടപ്പോ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് ആയിഷ ബീവിയോട് പറഞ്ഞത്, എന്താ ഹബീബായ തങ്ങളും എന്നോട് ആദ്യമായി പറഞ്ഞത്, ഇന്നി മയ്യിതുൻ അൽയൗം, ഇന്നത്തെ നാൾ ഞാൻ മരിക്കുന്നതാ എന്നാണ് ബാപ്പ ആദ്യമായി പറഞ്ഞത്. അത് കേട്ടപ്പോൾ വല്ലാണ്ട് വിഷമമായി, വല്ലാണ്ട് ഇടങ്ങാറായി. അതിനാണ് ഞാൻ കരഞ്ഞത്. രണ്ടാമതെന്നെ വിളിച്ചുകൊണ്ട് എന്നോടെന്റെ ബാപ്പ പറഞ്ഞത് എന്താണെന്നറിയും? ഓ ഇന്നി ദഅഉതുല്ലാഹ അയ്യുൽഹിഖക ബിഹി ഫി അവ്വലി അഹ്ലി, ഞാൻ മൗത്തായതിൽ പിന്നെ ഈ എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്നിലേക്ക് എത്തുന്നത് അത് മോളെ നിങ്ങളാണ്. അതിനുവേണ്ടി ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. ഇത് കേട്ടപ്പോഴാണ് എനിക്ക് സന്തോഷമായത് എന്ന് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്. കഴിഞ്ഞില്ല. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ലോക സ്ത്രീകളുടെ നേതാവാ, ആ സ്വർഗത്തിലെ ലീഡറാ, നിങ്ങളെന്നും ഹബീബായ തങ്ങൾ എന്നോട് പറഞ്ഞുവെന്ന് മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയാണ്. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിനോടടുത്ത സമയത്ത് അവിടുത്തെ തടിയിൽ വല്ലാണ്ട് വേദനയുണ്ട്, പ്രയാസമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഖൈബറിൽ ഇങ്ങനെ ഹബീബായ തങ്ങൾക്ക് ഭക്ഷണവുമായിട്ട് ഒരു ജൂതസ്ത്രീ വരികയും ആ ജൂതസ്ത്രീ കൊമ്പെന്ന നല്ല ആടിന്റെ കുറക് ഭാഗം, ആ ഭാഗം ഹബീബായ തങ്ങൾ കഴിക്കാൻ നിന്നപ്പോ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വഴി ആ മാംസത്തില് അല്ലാഹുവിന്റെ ഹബീബേ അതിൽ അവര് വിഷം കലർത്തിയിട്ടുണ്ട്, തങ്ങളൊന്ന് ശ്രദ്ധിക്കണേ എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് വിവരം പറഞ്ഞപ്പോ കൂടെയുള്ള സ്വഹാബകളിൽ ചിലര് അത് കഴിക്കാനങ്ങ് കൈയുയർത്തിയപ്പോ അതവിടെ വെക്കാൻ പറയുകയും കഴിക്കരുത് എന്ന് പറയുകയും പിന്നീട് ആ ഭക്ഷണമുണ്ടാക്കിയ പെണ്ണിനെ വിളിച്ചുകൊണ്ട് കേൾക്കുന്നുണ്ട്, ഇതിൽ നിങ്ങൾ വിഷം കലർത്തിയിട്ടുണ്ടോ, വിഷം പുരട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറഞ്ഞ മറുപടി ചെയ്തിട്ടുണ്ട്. കാരണം എന്താ? നിങ്ങൾ പറയുന്നുണ്ടല്ലോ പ്രവാചകരാണെന്ന്. അങ്ങനെ പ്രവാചകരാണെങ്കിലും അതിൽ വിഷമുള്ള വിഷയം നിങ്ങൾക്ക് മനസ്സിലാകും. ഇല്ലെങ്കിലോ
ഈ വിഷമുള്ള ഭക്ഷണം കഴിച്ച് നിങ്ങളുടെ പ്രയാസം ഇതോടുകൂടെ ഞങ്ങൾക്ക് തീരുന്നതാ എന്നാ പെണ്ണ് പറഞ്ഞ ദിവസം അന്ന് ആ മാംസത്തിലെ ചെറിയ ഒരു കഷ്ണം ഹബീബായ തങ്ങൾക്ക് ഉൾകെ പോയിട്ടുണ്ടായി. അതിന്റെ പ്രയാസമാ മരണസമയത്ത് വേദനയായി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഹബീബായ തങ്ങൾ ഇങ്ങനെ ബേജാറായിട്ട് വേദനിച്ചു നിൽക്കുമ്പോ വാ കർബ അബാ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാപ്പഹാന്റെ വേദന എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി പ്രയാസപ്പെടുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുന്ന് ഫാത്തിമ ബീവിയോട് പറയുന്നുണ്ട്, ലൈസ അലാ അബീക ഖർബുൻ ബഅദൽ യൗം, ഇന്നത്തെ നാളിൽ പിന്നെ നിങ്ങളുടെ ബാപ്പാക്ക് വേദനയില്ലേ ഇല്ല എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ശേഷം ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും മുട്ട പിടിച്ചുകൊണ്ട് അവിടുന്ന് ചുംബിക്കുകയാണ്. നല്ല നല്ല വിഷയങ്ങളാക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. ശേഷം അവിടുത്തെ പെഞ്ഞായിമാരെയെല്ലാം വിളിച്ചുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ കൊണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവർക്കും വസിയത്ത് കൊടുക്കുകയാണ്. ശേഷം മഹദിയായ ഫാത്തിമ ബീവി അവിടുത്തെ മകളാകുന്ന ഉമ്മു കുൽസൂം ബീവി ആ ഉമ്മു കുൽസൂമിനെ അടുക്കിലേക്ക് കൊണ്ടുവരികയും ഹബീബായ തങ്ങളുടെ അടുക്കിലേക്ക് അടുപ്പിച്ചു വെച്ചു. ആ സമയത്ത് ഹബീബായ തങ്ങൾ ആ കിടാവിനിങ്ങനെ മുഖത്തോട് ചേർത്ത് വെക്കുകയാണ്. ഹബീബായ തങ്ങൾക്ക് നൊമ്പലം ജാസ്തിയായി തുടങ്ങി. ആ സമയത്ത് ആയിഷ ബീവിയോട് പറയുന്നുണ്ട്, യാ ആയിഷ എന്ന് വിളിച്ചുകൊണ്ട് പറയാണ്, അന്ന് ഖൈബറിൽ കഴിച്ച ആ വിഷത്തിന്റെ വേദന എനിക്ക് എത്തിയിരിക്കുന്നു. ആ വിഷം എനിക്ക് വല്ലാണ്ട് വേദന നൽകുന്നു ആയിഷ എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ആയിഷ ഉമ്മയോട് പറയാണ്. സമയം കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്റായീൽ ഹബീബായ തങ്ങളുടെ മുട്ട വീണ്ടും വരികയാണ്. ആ വന്ന സമയത്ത് ഹബീബായ തങ്ങളോട് സമ്മതം ചോദിച്ചു. ഹബീബായ തങ്ങൾ സമ്മതം കൊടുക്കുകയാണ്. അവിടുന്ന് യാ മാ തഅ്മുറുനാ യാ മുഹമ്മദ്, ആദാ ഇസ്രാഈൽ അലൈഹിസ്സലാം കേൾക്കുകയാണ്. എന്താണ് മുഹമ്മദ് നബിയെ ഞങ്ങളോട് നിങ്ങൾ കൽപ്പിക്കുന്നത്? ആ സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽഹിഖ്നി ബിറബ്ബിൽ ആൻ, എന്നെ എന്റെ റബ്ബിലേക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ ചേർത്തു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഹബീബായ തങ്ങളോട് പറയാണ്, ഇന്ന റബ്ബക ഇലൈക മുഷ്താഖ്, നബിയെ നിങ്ങളുടെ റബ്ബ് നിങ്ങളിലേക്ക് വല്ലാണ്ട് ആഗ്രഹിച്ചിരിക്കുകയാണ്, താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതാ അസ്റായീൽ പറയുന്നു, അങ്ങയുടെ അടുക്കലേക്ക് ആവർത്തിച്ച് അയച്ചതുപോലെ ഒരാളുടെ അടുക്കലേക്കും അല്ലാഹു എന്നെ ഇങ്ങനെ അയച്ചിട്ടില്ല. അങ്ങയുടെ അടുക്കലേക്കല്ലാണ്ട് വേറെ ഒരാളുടെ അടുക്കലേക്കും സമ്മതമില്ലാതെ കയറുന്നതിൽ നിന്ന് അല്ലാഹു എന്നെ തടഞ്ഞിട്ടില്ല. എന്നിട്ടോ മലക്കുൽ മൗത്ത് പറഞ്ഞു, അങ്ങയുടെ വഫാത്തിന്റെ സമയം ഇതാ എത്തിയിരിക്കുന്നു. ശേഷം മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം അവിടുന്ന് പോവുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാം പോയ സാത്തുക്ക് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും വന്നു. ആ വരവ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അവസാനത്തെ വരവാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയാണ്. സലാം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയെ ഇതെന്റെ അവസാനത്തെ ഇറക്കമാണ്, വഹീ അവസാനിച്ചു എന്നും അങ്ങേക്ക് വേണ്ടിയാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നതെന്നും തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ
ആയിഷ ബീവി പറയാണ്, ഹബീബായ തങ്ങളെ ഞാനതാ അവിടുത്തെ തലേന്റെ മാറോട് ചേർത്ത് വെക്കുകയും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്ങനെ കെട്ടിപ്പിടിച്ചു. ആ സമയത്ത് അവിടുത്തെ നെറ്റിത്തടത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ, ബസർപ്പിന്റെ തുള്ളികൾ ഇങ്ങനെ വരുന്നുണ്ട്. ഞാനതിങ്ങനെ തുടച്ചെടുത്തു. മഹദി പറയാണ്, വമാ വജത്തു റായിഹതൻ അത്യബ് മിൻഹു, ആ വിയർപ്പ് തുള്ളികളെക്കാൾ സുഗന്ധമുള്ള മറ്റൊരു അത്തറോ മറ്റൊരു ഗന്ധമോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ രീതിയിൽ സുഗന്ധമാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, നബിയേ ഇതെന്താണ് ഇങ്ങനെ വേർക്കുന്നത്? ആ സമയത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയാണ്, സത്യവിശ്വാസിയുടെ ആത്മാവ് വിയർപ്പ് തുള്ളികളോട് കൂടെയാണ് പുറപ്പെടുക. അതേ സമയം സത്യനിഷേധികളാകുന്ന ആളുകളോ അവരുടെ ആത്മാവ് കഴുതയുടെ ആത്മാവ് പോലെ അവന്റെ കണ്ണ് രണ്ടും അണ്ണാക്കിൽ നിന്ന്, അതാ അവന്റെ അണ്ണാക്കിൽ നിന്നാണ് പുറപ്പെടുക, അവന്റെ അണ്ണാക്കിൽ നിന്നാണ് റൂഹ് പുറപ്പെടുക എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ശേഷം ചില വസിയ്യത്തുകൾ അവസാനമായി അവിടുന്ന് പറയാണ്. എന്താ അവിടുന്ന് പറയുന്ന അവസാനത്തെ വസിയ്യത്തുകൾ? ആയിഷ ബീവി പറയുന്നുണ്ട്, ഹബീബായ തങ്ങൾ വഫാത്താകുന്നത് വരെ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അസ്സലാത്ത് അസ്സലാത്ത് ഇന്നകും ലാ തസാലൂന മുതമാസികീന മാ സ്വല്ലൈതും ജമീഅൻ അസ്സലാത്ത് അസ്സലാത്ത്. ഹബീബായ തങ്ങൾ പറയാണ്, മരിക്കുന്നതുവരെ അവിടുന്ന് വഫാത്താകുന്നത് വരെ ആവർത്തിച്ച് പറഞ്ഞ വിഷയം, നിങ്ങൾ നിസ്കാരത്തിന്റെ വിഷയം നല്ലോണം ശ്രദ്ധിക്കണേ, നിസ്കാരത്തിന്റെ കാര്യം നല്ലോണം ശ്രദ്ധിക്കണേ. നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുന്ന കാലത്തോളം നിങ്ങൾ നല്ല ഐക്യത്തിലായിരിക്കും. അതിനാൽ നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണേ എന്നിങ്ങനെ ഹബീബായ തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമായി സംസാരിച്ച വിഷയങ്ങളിൽപ്പെട്ടത് നിസ്കാരം തന്നെ. മറ്റൊരു വിഷയം, നിങ്ങളുടെ കൈകൾ നിങ്ങൾ ഉടമകളാക്കി വെച്ച, അത് അടിമകളാകട്ടെ സ്ത്രീകളാകട്ടെ സമ്പത്താകട്ടെ, അതിന്റെ കാര്യത്തിൽ നല്ലോണം ശ്രദ്ധ വേണം എന്നെല്ലാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വസിയ്യത്താക്കിയിട്ടുണ്ടായിരുന്നു എന്ന് മഹാനായ അലിയാർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തടുത്ത നേരം ആയിഷ ബീവി തന്നെ പറയാണ്, ആ സമയത്ത് ഞാൻ നബിയെ ചേർത്ത് പിടിച്ചിരിക്കുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ, ആര്? മഹാനരായ ആയിഷ ബീവിയുടെ സഹോദരൻ തന്നെയാണ്, അവിടുന്ന് ഒഴുക വന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലൊരു മിസ്വാക്കുണ്ട്. മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ പല്ല് തേക്കണ ബ്രഷ് പോലുള്ള, അതാ അറാക്ക് പോലുള്ള സാധനം, ആ അറാക്ക് പോലുള്ളത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ആ മിസ്വാക്ക് കണ്ടപ്പോ ഹബീബായ തങ്ങൾ അതിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹബീബായ തങ്ങൾ മിസ്വാക്കാക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഞാൻ അവിടുന്ന് ചോദിച്ചു, അങ്ങേക്ക് മിസ്വാക്ക് അതിനു വേണ്ടിയിട്ട് ഞാനത് വാങ്ങട്ടെ നബിയെ? ഹബീബായ തങ്ങൾ ബാണമെന്ന രീതിയിൽ തല ഇങ്ങനെ ആംഗ്യം കാണിക്കുകയാണ്. ബീവി അത് വാങ്ങി ഹബീബായ തങ്ങൾക്ക് മിസ്വാക്കാക്കാൻ കൊടുക്കുമ്പോ അത് നല്ല ഗട്ടിയുണ്ട്. ആ സമയത്ത് അതൊന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ബീവിയായ ആയിഷ റളിയല്ലാഹു അൻഹാ അതെടുത്തുകൊണ്ടൊന്ന് കടിച്ച് അതൊന്ന് സോഫ്റ്റ് ആക്കുകയാണ്. ബീവി പറയുന്നു, ഞാൻ എന്റെ ഉമിനീര് തുപ്പല് കൂട്ടിയിട്ടാണ് അത് കടിച്ച് ശരിയാക്കിയത്. ശേഷം ഹബീബായ തങ്ങൾക്ക് ഞാനത് നൽകി. ആ സമയത്ത് ഹബീബായ തങ്ങൾ അതുകൊണ്ട് മിസ്വാക്കാക്കുകയാണ്. സുബ്ഹാന റബ്ബി. ബീവിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുഫിയ ഫീ ബൈതി വഫീ യൗമി വബൈന സഹരി വനഹരി وأن الله جمع بين ريقي وريقه عند موته.
ആയിഷ ബീവി പറയാണ്, ഹബീബായ തങ്ങൾ അല്ലാഹു തആല എനിക്ക് നൽകിയ വലിയ നിഅമത്ത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ വീട്ടിൽ വെച്ച്, എന്റെ ദിവസത്തിൽ വെച്ച്, എന്റെ നെഞ്ചിലും കഴുത്തിലും എന്ന് പറഞ്ഞാൽ എന്റെ മടിയിൽ വെച്ച് അതാ അവിടുന്ന് വഫാത്താകുന്നതും ആ വഫാത്താകുന്ന സമയം എന്റെയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ആ ഉമിനീര് പരസ്പരം അതാ കലർന്ന് അവിടുത്തെ വായിൽ എന്റെ ഉമിനീരുണ്ടായിരുന്നു. ആ സന്തോഷം അല്ലാഹു തആല നൽകിയ വലിയ നിഅമത്തായി ബീവി പറയാണ്. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മരണത്തിന്റെ വേദനയെത്തുകയാണ്. അവിടുത്തെ അടുക്കൽ ഇങ്ങനെ ചെറിയ തണ്ണി വെച്ചൊരു പാത്രമുണ്ടായിരുന്നു. ഹബീബായ തങ്ങൾ 2 കൈകളും ആ പാത്രത്തിലേക്കിട്ട് അതിങ്ങനെ നനച്ച് മുഖം ഇങ്ങനെ തടവുകയും ശേഷം അതാ അവിടുന്ന് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി ലസകറാത്ത്, ഇന്നലിൽ മൗതി ലസകറാത്ത്. മരണത്തിന് വല്ലാത്ത വേദനയാണ് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ അവിടുന്ന് പറയുകയാണ്. ഏതായാലും മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മിസ്വാക്കാക്കി അല്ലേ, ആ മിസ്വാക്കൊക്കെ ചെയ്ത ശേഷം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കൈ അതല്ലെങ്കിൽ അവിടുത്തെ ബെരല് ആ ബെരലിങ്ങനെ മുകളിലേക്ക് ഉയർത്തുകയും ആ സമയത്ത് ആയിഷ ബീവി പറയാണ്, അവിടുത്തെ ചുണ്ടുകൾ ഇങ്ങനെ ചലിപ്പിക്കുന്നത് ഞാൻ കണ്ടു. ആ സമയത്ത് എന്താണ് ഹബീബായ തങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്നിങ്ങനെ നോക്കിയപ്പോ അവിടുന്ന് പറയുന്നത്, മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ اللهم اغفر لي وارحمني والحقني بالرفيق الاعلى اللهم الرفيق الاعلى എന്നിങ്ങനെ ഹബീബായ തങ്ങൾ പറയാണ്. ആ പദം അർ-റഫീഖൽ അഅ്ലാ എന്ന ആ പദം 3 വട്ടം പറഞ്ഞു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ 11-ാം വർഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചന്റെ അന്ന് ളുഹാ സമയത്ത് അവിടുന്ന് വഫാത്താവുകയാണ്. ഹബീബായ തങ്ങൾ വഫാത്തായ സമയം ആയിഷ ബീവി പറയുന്നുണ്ട്, അവിടുത്തെ റൂഹ് പിരിഞ്ഞ സമയം ലം അജിദ് റീഹൻ ഖത്തുൻ അത്വഖത്തു അത്വയബ മിൻഹാ, അവിടുത്തെ ആ റൂഹ് പിരിഞ്ഞപ്പോൾ ഉണ്ടായൊരു സുഗന്ധമുണ്ട്. ആ സുഗന്ധത്തേക്കാൾ നല്ലൊരു ഗന്ധം, നല്ലൊരു സ്മെല്ല് ഞാൻ വേറെ വാസനിച്ചിട്ടില്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ അവിടുത്തെ മകളാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ അബതാ അജാബ റബ്ബൻ ദഅഉ യാ അബതാ എന്നിങ്ങനെ പറയാണ്. എന്താ പറയുന്നത്? എന്റെ പിതാവേ, എന്റെ ബാപ്പാ, അങ്ങ് റബ്ബിന്റെ വിളിക്ക് ഉത്തരം ചെയ്തിരിക്കുന്നു. എന്നിട്ടോ നിങ്ങളങ്ങ് സ്വർഗത്തിലേക്ക് ചേർന്നിരിക്കുന്നു. അല്ലാ, മഹദി പറയുന്നത്, പിതാവേ, ബാപ്പാ, ജിബ്രീലിനെ ഞങ്ങൾ അതാ വഫാത്തിന്റെ വിവരമറിയിക്കുന്നു. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. ആ വഫാത്തായ സമയം സ്വഹാബത്തിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കണം. മഹാന്മാരായ സ്വഹാബത്ത് വിവരം അങ്ങനെ അറിഞ്ഞിട്ടില്ല. ഹബീബായ മുത്തുനബിയുടെ വഫാത്തിന്റെ വിഷയം അവർക്ക് കൊന്തില്ല. പക്ഷേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹും മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹും ഹബീബായ മുത്തുനബിയെ കാണാൻ ആ സമയത്തങ്ങ് വരുമ്പോ ഹബീബായ തങ്ങൾ വഫാത്തായി കിടക്കുകയാണ്. പക്ഷേ വഫാത്തായി കിടക്കുകയാണെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായില്ല. ഹബീബായ തങ്ങൾ നല്ല ഉറക്കത്തിലാ എന്ന് വിചാരിച്ചുകൊണ്ട് ഉമർ തങ്ങൾ പറയുന്നുണ്ട്, വാ ഗശിയാ
മാ അശദ്ദ ഖശിയ റസൂലില്ലാഹ്. എന്തൊരു മയക്കമാ ഹബീബായ തങ്ങൾ, എന്തൊരു ശക്തമായ ഉറക്കത്തിലാ എന്നിങ്ങനെ പറയുമ്പോ ഹബീബായ തങ്ങൾ വഫാത്തായ വിഷയം മനസ്സിലായ മുഗീറ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഉമർ തങ്ങളോട് പറഞ്ഞു, ഹബീബായ തങ്ങൾ നമ്മളെ വിട്ടുപോയിട്ടുണ്ട്. ആ വിഷയ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഉമർ തങ്ങളുടെ ആ മനസ്സൊന്നങ്ങ് പിടക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, കദബ്ത, നീ കളവ് പറയല്ല, നീ ഫിത്ന ഉണ്ടാക്കാൻ വന്ന ആളാണ്. ഹബീബായ തങ്ങളെങ്ങാനും വഫാത്തായെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞവന്റെ തല ഞാൻ എടുക്കുമെന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. ഉമർ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടന്നു, വല്ലാഹി മാ മാത റസൂലുള്ളാഹ് ലാ യമൂതു ഹത്താ യുഫ്നി അല്ലാഹു അസ്സ വജല്ലൽ മുനാഫിഖീന എന്നിങ്ങനെ പറയാണ്. ഹബീബായ തങ്ങൾ വഫാത്തായിട്ടില്ല എന്ന് മാത്രമല്ല, മുനാഫിഖീങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുന്ന് വഫാത്താകൂല എന്നിങ്ങനെ ഉമർ തങ്ങൾ പറയാണ്. കഴിഞ്ഞില്ല, ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാം തൗറാത്ത് സ്വീകരിക്കാൻ 40 നാൾ പോയതുപോലെ ആ ഒരു പോക്ക് മാത്രമാ. കുറച്ചു കഴിഞ്ഞാൽ ഹബീബായ തങ്ങൾ തിരിച്ചു വരുമെന്ന് ഇങ്ങനെയെല്ലാം ഹബീബായ തങ്ങളുടെ വഫാത്ത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ ഓരോന്ന് പറയുകയാണ്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മദീനയിലേക്ക് ഹബീബായ തങ്ങൾ വന്ന സമയം അന്ന് മദീന മുഴുവൻ പ്രകാശമാ, മദീന മുഴുവൻ വലിയ സന്തോഷമാ. പക്ഷേ ഫലമ്മാ കാനൽ യൗമുല്ലദീ മാത ഫീഹി അളലമ മിൻഹാ കുല്ലു ശൈ, ഹബീബായ തങ്ങൾ വഫാത്തായ ദിവസം, ആ ദിവസത്തിൽ സുബ്ഹാന റബ്ബി, മദീനയിലെ സർവ്വ വസ്തുക്കൾക്കും ഇരുട്ട് ബാധിക്കുകയാണ്. ഏതായാലും ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുന്ന് വഫാത്തായ ബിസയ ആൾമാരറിഞ്ഞു, മദീന അറിഞ്ഞു, ആളുകളെല്ലാം ഓടിക്കൂടുകയാണ്. ഹബീബായ തങ്ങളെ ഒന്ന് കാണണം, ഒന്ന് നോക്കണം. ഉമർ തങ്ങൾ ആകെ ബേജാറില. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അവിടെ ചരത്തില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വഫാത്തായ വിഷയം ഉൾക്കൊള്ളാൻ സാധിക്കാതെ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ സ്വഹാബത്തിൽ ചില ആളുകൾ മഹാനായ ഉബൈദ് റളിയല്ലാഹു അൻഹുവിനെ, സാലിം ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയാണ്. സാലിം റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ കരഞ്ഞുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അടുക്കൽ ചെന്നപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഒരേ ചോദ്യമാ, അഖുബില റസൂലുള്ളാഹ്, ഹബീബായ തങ്ങൾ വഫാത്തായോ? ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു ഇത് അംഗീകരിക്കുന്നില്ല. വഫാത്തായി എന്ന് ആര് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കുകയില്ലെന്നും അങ്ങനെ പറയുന്നവരെ ഞാൻ വാളുകൊണ്ട് വെട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ട ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് നേരെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പുറപ്പെടുകയാ. ഹബീബായ തങ്ങളുടെ വഫാത്ത് അറിഞ്ഞു ആളുകളെല്ലാം അവിടെ തിങ്ങിക്കൂടിയിട്ടുണ്ട്. ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വരികയാണ്. ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് പോകണം. യാ അയ്യുഹന്നാസു അഫ്രിജൂലി, അവിടുന്ന് പറയുന്നുണ്ട്, കുറച്ച് സ്ഥലം തരി, ഞാൻ അങ്ങോട്ട് പോകട്ടെ. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കയറി വന്ന് സുബ്ഹാനല്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കിടക്കുകയാണ്. ഹബീബായ തങ്ങളുടെ തലയുടെ ഭാഗത്തിലൂടെ വന്നുകൊണ്ട് യാ വാ നബിയാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരികയാണ്.
എന്നിട്ടോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് വസ്ത്രം നീക്കിയിട്ട് അവിടുത്തെ മുഖമങ്ങ് ചുംബിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്, യാ സഫിയ്യ സുബ്ഹാനല്ലാഹ്. ശേഷം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വിളിക്കുകയാണ്, വാ ഖലീലാ. അതിന്റെ ശേഷം ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഹബീബായ തങ്ങളോട് എന്തൊക്കെയോ വിഷമങ്ങൾ പറയാണ്. ശേഷം അതാ അദ്ദേഹം പറഞ്ഞു, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ഉദ്കുറുനാ യാ മുഹമ്മദ് ഇൻദ റബ്ബിക വൽനകുൻ മിൻ ബാലിക. നബിയേ, അങ്ങയുടെ രക്ഷിതാവിന്റെ അടുക്കൽ വെച്ച് ഞങ്ങളെ തങ്ങൾ ഓർത്താലും നബിയേ, ഞങ്ങൾ അങ്ങയുടെ ഹൃദയത്തിലുണ്ടായാലും എന്നിങ്ങനെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാണ്. ഹബീബായ തങ്ങളെ കണ്ട് അവിടുത്തെ വിളിച്ച് അവിടുത്തോട് വിഷമങ്ങളെല്ലാം പറഞ്ഞ് നേരെ മദീനത്തെ പള്ളിയിലേക്ക് വന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളതാ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഉമർ തങ്ങൾ ആൾമാരോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവിടുന്ന് ആകെ വിഷമത്തിലാണ്, ആ പ്രയാസത്തിലാണ്. ബഹുമാനപ്പെട്ട ഉമർ തങ്ങളുടെ മുട്ട പോയിട്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അവിടെ ഇരിക്കാനും പറയുന്നുണ്ട്. പക്ഷേ ഉമർ തങ്ങൾ അത് കേട്ടില്ല, ഇരുന്നില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അവിടെ നിന്നൊരേ സംസാരമാണ്, ഒരു പ്രസംഗമാ. എന്താ പറയുന്നത്? അയ്യുഹന്നാസ് മൻ കാന ഫീകും യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ഓ ജനങ്ങളെ, നിങ്ങളാരെങ്കിലും മുഹമ്മദ് നബിയെ ആയിരുന്നു ആരാധിച്ചിരുന്നത്, എന്നാൽ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വഫാത്തായിരിക്കുന്നു, കഴിഞ്ഞില്ല. വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. നിങ്ങളാരെങ്കിലും അല്ലാഹുവിനെയാണോ ആരാധിക്കുന്നത്, എന്നാൽ അവനൊരിക്കലും മരിക്കാത്തവനും സദാസമയം സർവകാലത്തും ജീവിച്ചിരിക്കുന്നവനുമാ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തു അദാ അൽ ഇമ്രാനിലെ 144-ാമത്തെ ആയത്ത് ബഹുമാനപ്പെട്ടവരിങ്ങനെ ഓതാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ എന്ന് തുടങ്ങുന്ന ആയത്ത്. എന്താ ആ ആയത്തിൽ പറയുന്നത്? അതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ദൂതരാകുന്നു. നബിക്ക് മുമ്പ് മറ്റു ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. നബി വഫാത്താവുകയോ വധിക്കപ്പെടുകയോ ചെയ്തു എന്ന് കരുതി നിങ്ങൾ തിരിച്ചു അതാ പിറകോട്ട് പോവുകയാണോ? ആരെങ്കിലും പിറകോട്ട് തിരിച്ചു പോകുന്നുവെങ്കിൽ അല്ലാഹുവിനത് യാതൊരു പ്രയാസവും വരുത്തുന്നില്ല. നന്ദി ചെയ്യുന്നവർക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നതാ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുന്ന് നേരത്തെ പറഞ്ഞു കൊടുത്ത ആയത്ത, ആ ആയത്ത് അങ്ങനെ ഓതിയപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, അവിടുന്ന് ഇങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതിയപ്പോഴാണ് പലർക്കും ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുള്ളത് തന്നെ ഓർമ്മ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വഫാത്തായി എന്ന വിഷയത്തിനോട് ഞങ്ങളെല്ലാം അതോടുകൂടെ പൊരുത്തപ്പെടുകയാണ്. ഈ ഒരു സംഭവം നിങ്ങൾ നോക്കൂ. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഈ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുന്ന് വഫാത്തായിട്ടില്ല എന്ന് അവിടുത്തെ വീടിന്റെ പടിക്കൽ വെച്ചുകൊണ്ടും നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. എന്നിട്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞൊരു വിഷയ ഉമർ തങ്ങളോട് പറയാണ്, ഓ ഉമറേ, നിങ്ങൾ ഓർക്കുന്നില്ലേ
അന്ന് കുറെ നാളുകൾക്ക് മുമ്പ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന ദിവസം നമുക്ക് വിശുദ്ധ ഖുർആനിലെ അതാ സൂറത്ത് സുമറിലെ 30-ാമത്തെ ആയത്താണ്. ആ ആയത്തങ്ങ് ഓതുകയാണ്. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. നിശ്ചയമായും നബിയെ അങ്ങയും അവരും മരിക്കുന്നതാ എന്ന ആയത്തങ്ങ് ഓതിക്കൊടുത്തപ്പോ സുബ്ഹാന റബ്ബി, ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ പറയാണ്, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഈ ആയത്ത് ഓതിയപ്പോൾ ഈ ആയത്ത് ഇതിനു മുമ്പ് ഓതാത്തത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഈ ആയത്ത് കേട്ടതോടെ ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾക്ക് ആ ഹബീബായ തങ്ങളുടെ വഫാത്ത് അത് സംഭവിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെടുകയാണ്. ആ രീതിയിൽ സ്വഹാബത്തെല്ലാം ആകെ ബേജാറായി പോയ സമയമാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ വല്ലാത്ത ഹിമ്മത്ത്. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ബഗ്ഗെ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഓ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ, നിങ്ങളുടെ ഒരു രാത്രിയും നിങ്ങളുടെ ഒരു പകലും അതുണ്ടെങ്കിൽ ഞാനെന്നേ രക്ഷപ്പെട്ടേനെ. എന്താ പറയുന്നത്? ഏതാണ് ആ രാത്രി എന്നറിയുമോ? ഹിജ്റയുടെ വിസയ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞില്ലേ, രാത്രിക്ക് രാത്രിയിലതാ ആളുകളൊരു പക്ഷേ തന്നെ വെട്ടിയേക്കാം, തന്നെ കൊന്നേക്കാം. ഏത് വിഷയം നടന്നാലും ഹബീബായ തങ്ങളെ വിട്ടുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞ് രാത്രിക്ക് രാത്രി സ്വദേശം വിട്ടൊഴിഞ്ഞു പോയ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ധൈര്യമാ. ആ ധൈര്യത്തെക്കുറിച്ചും ബഹുമാനപ്പെട്ട മുത്തുനബി വഫാത്തായ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു സാഹചര്യത്തിലുണ്ടായ ആ ഹിമ്മത്തിനെ കുറിച്ചും ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ പറയാറുണ്ടേ. ഏതായാലും ഹബീബായ തങ്ങളും അവിടുന്ന് റബീഉൽ അവ്വൽ 12 അന്ന് തിങ്കളാഴ്ച ദിവസം ളുഹാ സമയത്താണ് വഫാത്താകുന്നത്. ഇനിയോ അവിടുന്ന് വഫാത്തായതിൽ പിന്നെ ഈ സമുദായത്തിലേക്കൊരു നേതാവാര് എന്ന ചർച്ച സ്വഹാബത്തിന്റെ ഇടയിൽ ആദ്യമേ വന്നു. ആ ചർച്ചകൾക്ക് പെട്ടെന്ന് തന്നെ തീരുമാനമായി. അവരെല്ലാം ഐക്യകണ്ഠേന തീരുമാനമെടുത്തു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഖലീഫ. അങ്ങനെ ചൊവ്വാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ കുളിപ്പിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ആണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുളിപ്പാട്ടുന്നത്. എന്ന് മാത്രമല്ല, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കുളിപ്പിച്ചത് അലിയാർ തങ്ങളാണ്. ഉസാമത്ത് ബിൻ സെയ്ദ് എന്നവരും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗല ആരാണ്? അതാ ശുഖ്റാൻ റളിയല്ലാഹു അൻഹു അവിടുന്നുമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഔസ് ബിൻ ഖൗല എന്നവരാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ ശരീരത്തിലേക്ക് ചേർത്തി കിടത്തി അതാ കുളിക്കാൻ വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുന്നത്, കുളിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹും ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും അതുപോലെ തന്നെ ഖുസ്മ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും ഇവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം തടി കഴുകാൻ ഹെൽപ്പാക്കി കൊടുത്ത ആൾമാർ. അങ്ങനെ അതാ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുളിപ്പാട്ടിയതിൽ പിന്നെ സുബ്ഹാന റബ്ബി 3 വെള്ള വസ്ത്രത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതാ കഫൻ ചെയ്യുകയാണ്. അതിന്റെ ശേഷം വീട്ടിലുണ്ടായിരുന്ന കട്ടിലിൽ തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനാസ കിടത്തി. ആ ജനാസ സുബ്ഹാനല്ലാഹ് ശേഷമതാ ഹബീബായ തങ്ങളുടെ വസിയത്ത് അനുസരിച്ച് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവിടുന്ന് ഇങ്ങനെ 10 ആൾമാർ വെച്ചുകൊണ്ട് നിസ്കരിക്കുകയാണ്. അങ്ങനെ നിസ്കരിക്കാൻ മുത്തുനബി വസിയത്താക്കിയതാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടായി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഒരിക്കൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ മരിച്ച് എന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത ശേഷം എന്റെ ഖബറിന്റെ അടുക്കൽ എന്റെ വീട്ടിലെ കട്ടിലിൽ എന്റെ ശരീരം നിങ്ങൾ വെക്കുക. പിന്നെ അല്പനേരം നിങ്ങൾ മാറി നിൽക്കണം. ആദ്യം എന്റെ മേൽ ജിബ്രീൽ അലൈഹിസ്സലാം
പിന്നെ മീകായിൽ അലൈഹിസ്സലാം, പിന്നെ ഇസ്രാഫീൽ അലൈഹിസ്സലാം, പിന്നെ അസ്റായീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ സൈന്യത്തോടൊപ്പം. പിന്നീട് മലക്കുകളെല്ലാവരും എന്റെ മയ്യത്ത് നിസ്കരിക്കുന്നതാ. അതിൽ പിന്നെ ചെറിയ ചെറിയ സംഘങ്ങളായി നിങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കാം. അങ്ങനെ ആദ്യം അവിടുത്തെ കുടുംബങ്ങളും പിന്നീട് മുഹാജിറുകളും ശേഷം അൻസ്വാറുകളും എന്ന ക്രമത്തിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനാസ നിസ്കരിക്കുകയാണ്. ചൊവ്വാഴ്ച ദിവസം മുഴുവനും ബുധനാഴ്ചയുടെ പകല്, ആ പകലിലെ ഭൂരിഭാഗവും അവർ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. അങ്ങനെ അതാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എവിടെ മറമാടണം, എവിടെ ഖബറാക്കണം എന്ന വിഷയത്തിൽ ചർച്ചയാണ്. ചിലര് പറഞ്ഞു നമുക്കെന്ത് ചെയ്യാം, പള്ളിയിൽ മറവ് ചെയ്യാം. ചിലര് പറഞ്ഞു ജന്നത്തിൽ ബഖീയിലേക്ക് കൊണ്ടുപോവാം. അപ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ബാ ഖുബില നബിയ്യിൻ ഇല്ലാ ദുഫിന ഹൈതു യുഖ്ബലു. എന്താ, ഏതൊരു നബിയെയും ആ നബി വഫാത്തായ സ്ഥാനത്ത് തന്നെ മറവ് ചെയ്യപ്പെടുന്നതാ. അതോടെ ചർച്ചയെല്ലാം അവസാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുന്ന് വഫാത്തായ സ്ഥലത്ത് തന്നെ അവിടുത്തേക്ക് വേണ്ട ഖബർ ഒരുക്കുകയാണ്. സുബ്ഹാന റബ്ബി. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു അവിടുന്നാണ് ഖബർ കുഴിച്ചത്. ബഹുമാനവിടെ ഉമ്മു സൽമാ ബീവി പറയാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അതാ വഫാത്തായി കിടക്കുന്ന ആ കട്ടിൽ വഫാത്തായി കിടക്കുന്നത് കണ്ടുകൊണ്ടു ഞങ്ങളിങ്ങനെ കരഞ്ഞുകൊണ്ട് രാത്രി ഉറങ്ങാതിരിക്കുമ്പോൾ ആ ബുധനാഴ്ചന്റെ അന്ന് അർദ്ധരാത്രിയായപ്പോ ഖബറിങ്ങനെ കുഴിക്കുന്ന ആ മടുവിന്റെ ശബ്ദം അതിങ്ങനെ ഞങ്ങൾ കേട്ടു. ഞങ്ങളും പള്ളിയിലുണ്ടായിരുന്നവരും അത് കേട്ട് ഉറക്കെ കരഞ്ഞു. മദീനയൊന്ന് വിറകൊള്ളുകയാണ്. അങ്ങനെ അതാ ഹബീബായ തങ്ങളുടെ ജനാസ എല്ലാം വെച്ചു കഴിഞ്ഞ് മറമാടിയതിൽ പിന്നെ സുബഹിക്ക് ശേഷം ആ സുബഹിയുടെ സമയത്ത് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുകയാണ്. ആ ബാങ്ക് വിളിച്ചപ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പറഞ്ഞപ്പോ ബിലാൽ തങ്ങൾ ബാങ്കിലങ്ങത്തേക്ക് കരയുകയാണ്. അതോടുകൂടെ ഞങ്ങളുടെ സങ്കടം ഒന്നുകൂടെ ജാസ്തിയായി. ഏതായാലും ഹബീബായ തങ്ങളുടെ ഖബർ കാണാൻ ആൾമാരിങ്ങനെ കൂട്ടം കൂട്ടമായി വന്നപ്പോ ഞങ്ങൾ ബാധിലടക്കുകയാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഫദ്ലുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഖുസ്മ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ശുഖ്റാൻ റളിയല്ലാഹു അൻഹു അവരാണ് ഖബറിലേക്ക് ഇറങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ വസിയ്യത്ത് പ്രകാരം തന്നെ അവിടുന്ന് ഉപയോഗിച്ചിരുന്ന ഒരു ചുവന്ന ഒരു റെഡ് കളറിലുള്ള ഒരു വിരിപ്പ്, ആ വിരിപ്പ് ഖബറിൽ വിരിക്കുകയാണ്. എന്നിട്ടത് ആ ഖബറിലേക്ക് ഹബീബായ തങ്ങളെ വെക്കുകയാ. അവിടെ കാണാം ഹബീബായ തങ്ങൾ അവസാനം ഒന്നുകൂടെ തൊടാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു അവിടുത്തെ കയ്യിലുള്ള മോതിരം, ആ മോതിരം അങ്ങ് ഊരിയിട്ട് ആ ഖബറിലേക്ക് അങ്ങ് ഇടുകയാണ്. സുബ്ഹാന റബ്ബി. എന്നിട്ട് അലിയാർ തങ്ങളോട് പറഞ്ഞു, യാ അബൽ ഹസൻ ഖാതമി, എന്റെ മോതിരം അതാ ഖബറിലേക്ക് വീണിട്ടുണ്ട്. ആ സമയത്ത് ഇൻസിൽ ഫഖുദ് ഖാതമക എന്ന് ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ പറയാണ്, ഇറങ്ങിയിട്ട് ആ മോതിരങ്ങൾ എടുത്തോളി. അങ്ങനെ അദ്ദേഹം പറയുന്നു, ഞാൻ അതിലേക്ക് ഇറങ്ങി ഹബീബായ തങ്ങളെ ഒന്ന് തൊടാൻ അവിടുത്തെ കഫം പുടവയിൽ ഞാനൊന്ന് കൈവെക്കുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് റബീഉൽ അവ്വൽ 12 ആ 12 തിങ്കളാഴ്ചന്റെ അന്ന് ളുഹാ സമയത്താണ് വഫാത്താകുന്നതെങ്കിലും ബുധനാഴ്ച രാത്രിയിലാണ് ഹബീബായ തങ്ങളെ ഖബറടക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഹബീബായ തങ്ങളുടെ ഖബറിന്റെ മൂടുകല്ല് 9 മൺകട്ടകൾ കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ മൂടുന്നത്. എന്നിട്ടോ ഖബറിന്റെ മീത്തെ വെള്ളമൊഴിച്ചതാരാ? മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആണ്. ഏതായാലും
ഹബീബായ തങ്ങളില്ലാത്ത മദീന തേങ്ങലുകളുടെ ദിവസങ്ങളാണ്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഓ അനസ്, എങ്ങനെയാ നിങ്ങൾക്ക് ഹബീബായ തങ്ങളെ അതാ മറപാടിയിട്ട് നിങ്ങൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ വെച്ചുകൊണ്ട് അതാ നിങ്ങൾക്ക് പോരാൻ എങ്ങനെ സാധിച്ചു അനസേ എന്ന് ചോദിക്കുന്നുണ്ട്. കേൾക്കണോ? ബഹുമാനപ്പെട്ട ഹമ്മാദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ വിഷയം പറയുമ്പോ മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു അവിടുത്തെ വാരിയല്ലുകൾ ഇങ്ങനെ കോർക്കുന്നത് പോലെ അത്ര ശക്തിയിൽ പൊട്ടിക്കരയാറുണ്ടായിരുന്നു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തോടുള്ള സ്നേഹമാ, അവിടുത്തോടുള്ള മഹബ്ബത്താ. ആ മഹബ്ബത്തിന്റെ ക്ലാസ്സാ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാനരായ സുദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നുണ്ട്, ആരോട്? ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളോട്, യാ അലിയു ഇദാ അന മിത്തു ഫഗസ്സിൽനി ബിൽ കഫില്ലദി ഗസ്സൽത ബിഹി റസൂലല്ലാഹ്. ഓ അലിയാർ തങ്ങളെ, നിങ്ങൾ ഞാൻ വഫാത്തായി ഞാൻ മൗത്തായി കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് നിങ്ങൾ ഹബീബായ തങ്ങളുടെ മയ്യത്ത്, ആ മയ്യത്ത് കുളിപ്പാട്ടിയ ഹബീബായ തങ്ങളെ കുളിപ്പാട്ടിയ ആ കൈകൾ കൊണ്ട് എന്നെയും കുളിപ്പാട്ടണേ. സുദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞതാ. എത്രയോ സംഭവങ്ങൾ കാണാം. ഹബീബായ തങ്ങൾ വഫാത്ത എന്നറിഞ്ഞപ്പോ ഒരു സ്വഹാബി, ആ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ആണെന്ന് കാണാം. വാങ്ക് സ്വപ്നം കണ്ട സ്വഹാബിമാരിൽപ്പെട്ട സ്വഹാബിയാണ് ആ അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ മകനും ഇങ്ങനെ അതാ തോട്ടത്തിലിരിക്കുകയാണ്. ആ സമയത്ത് ആരോ വന്നുകൊണ്ട് പറയുന്ന ബിസയ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വഫാത്തായി പോയി. ഈ ബിസയെ കേട്ട സാത്തുക്ക് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് തങ്ങൾ അവിടുത്തെ മകനോട് ഒരേ വസിയത്താ, ബാപ്പ് ഒരു ദുആ ചെയ്യും. ആ ദുആ കേൾക്കണ സാത്തുക്ക് നീ ഒന്ന് ആമീൻ പറയണേ. ആ ദുആ എന്താ? ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്യുന്നത്, സുബ്ഹാന റബ്ബി അല്ലാഹുമ്മ അഅ്മിനി اللهم أعمني حتى لا أرى شيئا بعده إلى أن ألقاه. എന്തായിരുന്നു ആ ദുആ? അല്ലാഹുവേ, എന്റെ കാഴ്ചകളെ നീ എടുത്തു കളയണേ റബ്ബേ. ഹബീബായ തങ്ങളെ കണ്ട കണ്ണാണ്. ഇനി തിരിച്ചൊരു വട്ടം കൂടി നാളെ ആഖിറത്തിൽ കാണുന്നതിന് മുമ്പ് ദുനിയാവിൽ എനിക്ക് കണ്ണു വേണ്ട. ആ രീതിയിൽ ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്യുകയാണ്. മകൻ ആമീൻ പറയുകയാണ്. ആ സെക്കൻഡിൽ തന്നെ ബഹുമാനപ്പെട്ടവർ അന്ധനായി മാറുകയാ. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ കാണാൻ സാധിക്കില്ലേ? മദീന വിഷമിച്ച ദിവസങ്ങളാ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ ജീവിതം അത്രമേൽ അടുത്തറിഞ്ഞ സ്വഹാബത്ത്, ആ ജീവിതത്തിന്റെ രസമറിഞ്ഞവര്, പൊരുളറിഞ്ഞവര്, ആ ഇഷ്കിലായി ആ മഹബത്തിലായി ജീവിച്ചവര്, ആ മഹബത്തിന്റെ ആഴമറിഞ്ഞവര്, അവരവരുടെ ജീവിതത്തിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രമേൽ പരിഗണിച്ചിരുന്നു, എത്രമേൽ സ്നേഹിച്ചിരുന്നു. നമ്മൾ പറഞ്ഞില്ലേ, ഉഹദിന്റെ രണാങ്കണത്തിലാ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തടിയിലേക്ക് വരുന്ന അമ്പുകളും കുന്തങ്ങളും സ്വന്തം തടിയിലേക്ക് ഏറ്റുവാങ്ങി സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും എത്രയാ ത്യാഗങ്ങൾ സഹിച്ചത്, എത്രയാ പ്രയാസങ്ങൾ സഹിച്ചത്. എല്ലാം ആർക്ക് വേണ്ടിയാ? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തേക്ക് വേണ്ടിയാ. മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഹബീബായ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ ആ വിഷമത്തിന്റെ സമയം ഹബീബായ തങ്ങളുടെ വഫാത്ത് അങ്ങ് ഓർക്കും. അങ്ങനെ ഓർക്കുമ്പോ ഹബീബായ തങ്ങൾ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയതിനേക്കാൾ വലിയൊരു മുസീബത്തൊന്നുമല്ലല്ലോ ഇത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നതാ. ആ
രീതിയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുകയും അവിടുത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തവരാ. ആ ആദരവ് കൊണ്ടല്ലേ ഹബീബായ തങ്ങൾ അവർക്കും ആ സ്ഥാനം നൽകിയത്. ആ സ്ഥാനത്തിന്റെ പവറല്ലേ അസ്ഹാബീ കന്നുജൂം. സ്വഹാബത്തിന്റെ ചരിത്രമാ എത്രയാ പറയാനുള്ളത്, സമയമില്ല. നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരവായ ജീവിതത്തെക്കുറിച്ച് നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. പഠിക്കുക മാത്രമല്ല, അറിയുക മാത്രമല്ല, ജീവിതത്തിലേക്ക് പകർത്തണം. സദാസമയം ചിന്തിക്കണം, ഞാൻ എന്റെ ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നുണ്ട് റബ്ബേ. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പളക്ക, ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ ചിന്തിക്കുന്ന വിഷയ, എല്ലാ കാര്യങ്ങളും ആ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രീതിയിൽ മാത്രമാകണമല്ലോ, അവിടുത്തെ ഇഷ്ടത്തിൽ മാത്രമാകണമല്ലോ. അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഹബീബായ തങ്ങൾക്ക് അവിടുത്തെ ഉമ്മത്തിന്റെ അഅ്മാലുകളെ വെളിവാക്കപ്പെടുമെന്ന് വിശുദ്ധ ഹദീസ് പറഞ്ഞതല്ലേ. ആ ഹദീസ് പ്രകാരം ഞാനൊരു തപ്പാക്കിയാൽ, ഞാനൊരു ബടക്കായ വിഷയം ചെയ്താൽ ഹബീബായ തങ്ങൾ അതറിയുന്നുണ്ടോ? ഹബീബായ തങ്ങൾ അത് കേൾക്കുന്നുണ്ടല്ലോ. ഹബീബായ തങ്ങൾക്കത് വന്ദിക്കുമല്ലോ. എത്ര ബേജാറിന്റെ വിഷയാ, എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാ. നമ്മൾ കാരണം നമുക്ക് വേണ്ടി ഒരു ജീവിതകാലം മുഴുവൻ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങള്, എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, എത്രയാ നമ്മൾ പറഞ്ഞത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യമായ പ്രാർത്ഥനകൾ പോലും നമുക്ക് വേണ്ടിയാ അവിടുന്ന് ചിരിച്ചത്, നമുക്ക് വേണ്ടിയാ അവിടുന്ന് കരഞ്ഞത്, നമുക്ക് വേണ്ടിയാ. അങ്ങനെ വരുമ്പോ നാളെ ആഖിറത്തിലെത്തുന്ന സമയം ഒരാളെയും ഒരു കിടാവിനെയും അവരുടെ ഉമ്മമാര് പരിഗണിക്കാത്ത സമയം, ഒരാളെയും അവരുടെ മക്കള് പരിഗണിക്കാത്ത സമയം, ആരാരുമില്ലാണ്ട് ആ ആഖിറത്തിൽ ഇങ്ങനെ ആകെ ബേജാറിലിക്കുന്ന സമയത്തിലും സുബ്ഹാന റബ്ബി, സമാധാനമായി സന്തോഷത്തിന്റെ മെസ്സേജുമായി വരുന്ന ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ, അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാൻ, അർശിന്റെ തണലൊന്ന് കിട്ടാൻ, അവിടുത്തെ കൂടെ സ്വർഗത്തിലേക്കൊന്ന് പോകാൻ ആശയില്ലേ? ആശ മാത്രം പോരാ, ഹബീബായ തങ്ങളെ അറിയണം, ഹബീബായ തങ്ങളെ പഠിക്കണം. ആ ഹബീബായ തങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതമായി മാറണം. അങ്ങനെ വരാതിരിക്കുമ്പോഴാണ് വല്ലാത്ത ബേജാറ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ എന്റെ ക്ലാസ് നിപ്പാട്ടുകയാണ്. അവസാനത്തെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം മുതൽ അവിടുത്തെ വഫാത്ത് വരെയുള്ള വിഷയങ്ങൾ പറഞ്ഞപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയ ആ വിഷയമാണ് ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയത്. മുത്തുനബി ജീവിച്ചത് നമുക്ക് വേണ്ടിയാ, മുത്തുനബി ചിരിച്ചത് നമുക്ക് വേണ്ടിയാ, മുത്തുനബി കരഞ്ഞത് നമുക്ക് വേണ്ടിയാ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലതാ വളുആക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങൾ കാണുന്ന കാഴ്ചയാ അവിടുന്ന് പുഞ്ചിരിക്കുന്നത്. ഉസ്മാൻ തങ്ങൾ കേട്ടപ്പോ ഹബീബായ തങ്ങളോട് ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങൾ കേട്ട സമയം പറഞ്ഞ മറുപടി ജിബ്രീൽ എന്റെ മുട്ട വന്നുകൊണ്ട് പറഞ്ഞ വിഷയാ. എന്താണ് ആ വിഷയമെന്നറിയുമോ? എന്റെ ഉമ്മത്ത് അവര് വുളു ആക്കുമ്പോ അവരുടെ തടിയിൽ നിന്ന് ആ വുളുഇന്റെ തണ്ടി ഇങ്ങനെ ഉറ്റുവീഴുമ്പോ ആ തണ്ണി ഉറ്റുവീഴുന്ന കണക്കനുസരിച്ച് അല്ലാഹു അവരുടെ തപ്പുകൾക്ക് മാപ്പ് കൊടുക്കുന്നതാ എന്ന സന്തോഷത്തിന്റെ പളക്ക ഉമ്മത്തിന് വേണ്ടിയാ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചിരിച്ചത്. ഹബീബായ തങ്ങൾ അല്ലാഹുവിനോട് കേട്ടതോ നിങ്ങൾക്കറിയില്ലേ? വലസൗഫ യുതീക റബ്ബുക ഫതർലാ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ളുഹായിലൂടെ പറയുന്നതാ. ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് നിങ്ങളെ തൃപ്തിപ്പെടുന്നത് നൽകുന്നതാണ് നബിയേ. ഹബീബായ തങ്ങൾ പറഞ്ഞത് ഇദൻ ലാ അർലാ വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെങ്കിലും നരകത്തിലുണ്ടോ? എനിക്കത് തൃപ്തമല്ല. ആ
രീതിയിലും ഉമ്മത്തിനെ പരിഗണിച്ച നബി, ഉമ്മിയായ നബി, നമ്മളെല്ലാം സ്നേഹിച്ച നബി, നമ്മുടെ എല്ലാം ഹബീബായ നബി, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നബിയെ അറിയണേ, പഠിക്കണേ, മനസ്സിലാക്കണേ. ആ ഹബീബായ തങ്ങളുടെ ഇഷ്കിലായി, ഹബീബായ തങ്ങളുടെ മദ്ഹിലായി ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബിലെല്ലാം നീ മഹബ്ബത്ത് ജാസ്തിയാക്കണേ അല്ലാഹ്, ഈമാൻ ജാസ്തിയാക്കണേ റഹ്മാനെ. ഞങ്ങളെല്ലാം നീ തൃപ്തിപ്പെട്ട, നീ ഇഷ്ടപ്പെട്ട, നീ പൊരുത്തപ്പെട്ട നല്ല ആൾമാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ബേജാറുകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളെല്ലാം നീ ദൂരത്താക്കി ഞങ്ങൾക്ക് നീ റാഹത്ത് നൽകണേ അല്ലാ. ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ഹബീബായ തങ്ങളെ കൊണ്ട് വിജയിക്കുന്നവരിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. دعاء وصيتوടെ وآخر دعوانا أن الحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.